ഖത്തറിൽ ഇപ്പോൾ ഭയങ്കര വികസനമാണ്, 2022 ആകുമ്പോഴേക്കും അതും ഇടിഞ്ഞു താവെന്ന് പറയുന്നു. എവിടെയും ഒരു മണ്ണാങ്കട്ടി സംഭവിക്കൂല. ദുബൈയിൽ സംഭവിച്ചോ? പക്ഷെ ഇതൊക്കെ ഈ മഹത്തായ സ്ഥാപനങ്ങളുടെയൊക്കെ നിലനിൽപ്പ് ഈ ഇവരുടെ കരങ്ങളെ കൊണ്ടായതുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്തായ കാവൽ അത് ഓരോരുത്തരിലും ഉണ്ടാകുമെന്നതാണ്. നമ്മുടെ സ്ഥാപനങ്ങൾ ജാമിയ സഹ്റയിൽ ഇപ്പോൾ ഏകദേശം 10-13 സ്ഥാപനങ്ങളുണ്ട്. സ്ഥാപനങ്ങളിൽ ഒരുപാട് ഏകദേശം നമ്മുടെ പാനൂരിലേക്കാളും ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലുള്ള കുട്ടികളാണ് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാപനത്തിന് പൊതുവെ നാട്ടുകാർ പറയും പരിസരത്ത് ഏറ്റവും വലിയ ഫൈനാൻസ് സൗണ്ടുള്ള സ്ഥാപനമാണ് സഹ്റ. കാരണം അവർക്ക് ദുബൈയിൽ പിരിവ് വേണ്ട, എപ്പോൾ തങ്ങൾ വന്നാണ് മെമ്പർഷിപ്പ് ഉണ്ടാക്കും. പക്ഷെ ഇന്നേവരാണ് മെമ്പർഷിപ്പ് ആരോടും ഒരു 10 രൂപ പോലും കളക്ഷൻ ചെയ്യാൻ ആർക്കും സമയമില്ല, വാങ്ങുന്നുമില്ല. അവിടെ കെട്ടുകണക്കിന് പണമുണ്ട്. ഇപ്പൊ ഈ അടുത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു, നിങ്ങളൊക്കെ ന്യൂസിൽ വായിച്ചിട്ടുണ്ട്. ഭക്ഷണം കൊണ്ട് ഒരു എന്തോ പേര് മന്തി അറബികളുടെ മന്തി ഉണ്ടല്ലോ, മൈസൂരിൽ നാറ്റം വാങ്ങിക്കൊണ്ടുവന്ന് 3 ദിവസം പഴകിയ ഭക്ഷണം കുട്ടികൾ അവിടെ നിന്ന് കഴിച്ചു. ഞങ്ങളെ ഭക്ഷണമല്ല, പക്ഷെ കഴിച്ചു. കുട്ടികൾക്ക് ഫുഡ് പോയിസൺ ഉണ്ടായി.